പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന് സ്മാരകമായി വിസ്മയാവഹമായി ഉദാസനങ്ങൾ നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൽ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാണ്. അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്ന് കാണുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Yeah.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഇന്നത്തെ ഈ കുർബാനയിൽ നമ്മൾ പിന്വരും നിയമങ്ങൾക്കായി പ്രാർത്ഥിക്കാം. മരിച്ചുപോയ ജോൺ സേവിയർ, ചെറിയാത്തായി, മറിയക്കുട്ടി കലങ്കൽ, ജോസഫ് നെടുന്താനം, അതോടുകൂടി പ്രതീഷ് അഭിമാനം മാറുന്നതിന് വേണ്ടി ദൈവത്തിന് നന്ദിയായിട്ട് ആദ്യക്കും മിനിയുടെ കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹത്തിന് വേണ്ടി സിയ വിൽസൺ നായർ പോലീസ് ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷ ചെയ്യാൻ വേണ്ടി അനുഷ്ഠ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ആൽബർട്ട് അച്ഛൻ്റെ പ്രിയപ്പെട്ട ദിവസമാണ്. നമ്മൾ പ്രത്യേകം അച്ഛൻ്റെ പ്രത്യേകം പ്രാർത്ഥിക്കാം. അച്ഛൻ ഇങ്ങനെ പഠിക്കുകയും അച്ഛൻ്റെ ജീവിതത്തിൽ വളരെയധികം ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വളരെയധികം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊടുക്കുന്ന ഒരു വ്യക്തിയെ മാറുവാൻ തീർച്ചയായിട്ടും നമുക്ക് അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടുകൂടി ഇന്ന് നമ്മൾ ഈ അവസരം നമുക്കറിയാം, നമ്മളെല്ലാവരും ആ പുണ്യജീവിതത്തിൽ നീങ്ങുവാനായിട്ട് നമ്മുടെ പാവങ്ങളെല്ലാം ഈശോയുടെ മാപ്പ് ചോദിച്ചുകൊണ്ട് നമ്മൾ ഒരു സത്യസന്ധമായ ഒരു ജീവിതം ജീവിക്കാൻ നമ്മളെ ഇന്ന് ക്ഷണിക്കുകയാണ്. ഇന്നത്തെ വായനയിൽ നമുക്ക് എങ്ങനെയാണ് ആ ദൂതപുത്രൻ തിരിച്ചു വന്നതെന്നും ദൈവം എങ്ങനെയാണ് അവരെ സ്വീകരിച്ചുവെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മളെല്ലാം വളരെയധികം സ്നേഹിച്ചുകൊണ്ട് നമ്മളെ ക്ഷണിച്ച് നമ്മളെ എന്നും ദൈവത്തിൻ്റെ സേവനപുത്രൻ പുത്രിയായിട്ട് അംഗീകരിക്കുന്നുള്ള ഒരു നല്ല ചിന്തയോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ കുർബാനയിൽ പ്രാർത്ഥിക്കാം. അതോടുകൂടി ലൂസിയ ജനിച്ചിയുടെ അമ്മാമ്മ ഇന്ന് മരിച്ച് അടക്കം നടക്കുന്നു. പോകാൻ സാധിച്ചിട്ടില്ല എങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മുടെ പാവങ്ങളെല്ലാം ശ്രദ്ധ ചോദിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം ലഭിച്ചുകൊണ്ട് നമ്മൾ ഈ കുർബാനയിൽ പങ്കെടുക്കാം. സർവശക്തനായ ദൈവത്തോടും സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാവങ്ങൾ കൊടുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ദൈവമേ, മാനവരാശിയെ അനുഗ്രഹിച്ചും അങ്ങേ വചനത്താൽ വിസ്മയാത്മകം അങ്ങ് നിറവേറ്റിയല്ലോ. അങ്ങനെ നിഷ്ഠിതമായ ഭക്തിയോടും ദൃഢമായ വിശ്വാസത്തോടും കൂടെ ക്രൈസ്തവ ജനത ആസന്നമാക്കുന്ന മഹോത്സവങ്ങളിലേക്ക് ലോകത്തിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കൂടെ പരിസ്ഥാപനമായ ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളതേ.
അക്കാലത്ത് കർത്താവ് യോശുവയോട് അരുളിച്ചെയ്തു, ഈജിപ്തിന്റെ അപകീർത്തി ഇന്ന് നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനം ജെറിക്കോ സമുദ്രത്തിലെ ഗിൽഗാലിൽ താവളമടച്ചു. ആ മാസം 14-ാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു. പിറ്റേ ദിവസം അവർ ആ ദേശത്തെ ഉരവിൽ നിന്നുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു. പിറ്റേന്ന് മുതൽ മന്ന വർഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് പിന്നീട് മന്ന ലഭിച്ചില്ല. അവർ ആ വർഷം മുതൽ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി. കർത്താവിന്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ എപ്പോഴും എന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടെന്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്ക് ഒരുമിച്ച് അവിടുത്തെ നാമം സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. രണ്ടാം വായന വിശുദ്ധ പൗലോസ് കോരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സഹോദരനെ, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഫലമെത്തിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനാർത്ഥികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുകയും. ഇതാണ് ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ അവനെ നാം എല്ലാവരും ദൈവത്തിൽ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവരെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. കർത്താവിന്റെ വചനം.
വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു, ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എന്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദൂരത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയൽ വിളയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷെ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എന്റെ പിതാവിന്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ അവരോട് പറയും, പിതാവെ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്യുന്നു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിന്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സിൽ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. പിതാവാകട്ടെ തന്റെ ദാസനോട് പറഞ്ഞു, ഉടനെ മേൽത്തന വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവന്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയത് കൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ഇപ്പോൾ ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. മിശിഹായിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 1863 വിശുദ്ധ ജോൺ ബോസ്കോ ടൂറിനില് അവർക്ക് വേറെ ഒരു നഗരത്തിൽ ഇറ്റലിയിലെ നോർത്ത് സൈഡിലുള്ള ഒരു നഗരമാണ് ടൂറിന്. അപ്പോൾ വേറെ അടുത്ത ഒരു നഗരം മോൺഫെറാത്തോയിൽ നിന്ന് അവിടുത്തെ നഗരത്തിലെ അധികാരികൾ ചോദിക്കുകയാണ് ഡോൺ ബോസ്കോയോട്, ഇവിടെ വന്ന് ഇവിടുത്തെ ദുർഗുണ പരിഹാര പാഠശാല ഏറ്റെടുക്കാമോ? കറക്ഷൻ ഹോം. ഈ 16 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ കുറ്റക്കാരെ ഒരുമിച്ച് പാർപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ ജയിലറകൾ പോലെയുള്ള സ്ഥലം. അപ്പോൾ അത് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അച്ഛന്മാരെ പറഞ്ഞു വിട്ട് നോക്കിച്ചു. കണ്ടപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ അറകൾ പോലെ, ഈ ജയിലിലെ സെല്ലുകൾ പോലെ. അപ്പോൾ ഓരോ കുഞ്ഞുങ്ങൾ വരുന്നവരെ ഓരോരോ അറകളിലായിട്ടാണ്. അപ്പോൾ അവരവിടെ കണ്ടത് ഒത്തിരിയേറെ മരണവും ഡിസിപ്ലിൻ ഇല്ലായ്മയും അനുസരണയില്ലായ്മയും എല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഗവൺമെന്റിൽ നടത്താൻ. അപ്പോൾ ഡോണ്ടോസ് അത് ഏറ്റെടുത്തപ്പോൾ നമുക്ക് നമ്മുടെ രീതികൾ പണിയുന്നതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് അവിടെ ഒരു ചാർട്ട് വേണം പണി. രണ്ടാമതായിട്ട് വേണ്ടത് ഭക്ഷണത്തിലുള്ള ഹോള്,
മൂന്നാമതായിട്ട് വേണ്ടത് കിടക്കാനുള്ള ഡോർമെറ്റ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അവർ മഷീൻ കൊണ്ടുവന്ന് ഓരോന്ന് ഇടിച്ച് വീഴിക്കുമായിരുന്നു, ഓരോ അറകളും. അങ്ങനെ ഇടിച്ച് വീഴിച്ച് കാര്യങ്ങളൊക്കെ പണിത് മുന്നോട്ട് പോയപ്പോൾ ഒരറയിൽ ചെന്നപ്പോൾ അവിടെ ആ സെല്ലിൽ ഇവർ എഴുതി വെച്ചിരിക്കുകയാണ്, ലൈഫ് വിതൗട്ട് എ മദർ ഈസ് മീനിങ്ലെസ്. ലൈഫ് വിതൗട്ട് എ മദർ ഈസ് മീനിങ്ലെസ്. ഒരു അമ്മയില്ലാത്ത ജീവിതത്തിന് അർത്ഥമില്ല എന്ന്. അപ്പോൾ ഈ അച്ഛന്മാർക്കൊരു ക്യൂരിയോസിറ്റി, ഇതിനെക്കുറിച്ച് പഠിക്കണമല്ലോ എന്ന് പറഞ്ഞ് അധികാരികളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ സെല്ലിൽ കിടന്നിരുന്നത് ഒരു 16 വയസ്സുകാരൻ പയ്യനായിരുന്നു. അപ്പോൾ ആ 16 വയസ്സുകാരൻ പയ്യൻ തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ട് പോയതാണ്. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് പയ്യൻ. അപ്പോൾ ആ പയ്യന് അവിടെ കിടന്ന ഏകാന്തതയിൽ അമ്മയെ കുറിച്ച് ഓർത്ത്, അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് ഓർത്ത്, വീട്ടിൽ നിന്ന് ഓടിപ്പോയതിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ ആ സമയങ്ങളിൽ അവൻ എഴുതിയതാണ് അമ്മയില്ലാത്ത ജീവിതം അർത്ഥവത്താണ്. ഇന്നത്തെ സുവിശേഷം ഒരു അപ്പന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ധൂർത്തപുത്രന്റെ രൂപമാണ് ഒരു അപ്പന്റെ സ്നേഹം. ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് ദൈവകരുണയുടെ സുവിശേഷമാണ്. ദൈവത്തിന്റെ കരുണയെ ഇത്ര വ്യക്തമായിട്ട് പ്രതിഫലിപ്പിച്ച വേറൊരു സുവിശേഷമില്ല. അതിന്റെ 15-ാമത്തെ അധ്യായം അതിന്റെ കാതല, അതിന്റെ ഹൃദയമാണ്. അത് സുവിശേഷത്തിന്റെ പകുതി ആയതുകൊണ്ടല്ല, പക്ഷേ ഇതിന്റെ കാതൽ അവിടെയാണ്. ഈ 15-ാമത്തെ അധ്യായത്തില് 3 ഉപമകളാണ് നമ്മളെ പറയുന്നത്. ഒന്നാമത്തെ ഉപമ എന്താണെന്ന് ചോദിച്ചാല് കാണാതായ ആടിന്റെ ഉപമയാണ്. അത് 15-ാമത്തെ 1 തൊട്ട് 8 വരെ. രണ്ടാമത്തെ അധ്യായം കാണാതെ പോയ നാണയത്തിന്റെ ഉപമയാണ്, 8 തൊട്ട് 10 വരെ. മൂന്നാമത്തത് ധൂർത്തപുത്രന്റെ ഉപമയാണ്, 11 തൊട്ട് 32 വരെ. ഈ 3 കാര്യത്തിലും നഷ്ടപ്പെടലുകളുണ്ട്. ഈ മൂന്ന് ഉപമകളിലും നഷ്ടപ്പെടലുകളുണ്ട്. ഒന്നാമത്തെ നഷ്ടപ്പെട്ടത്, ആടിനെ നഷ്ടപ്പെട്ടത് പുറത്താണ്. രണ്ടാമത്തത് നാണയത്തെ നഷ്ടപ്പെട്ടത് അകത്താണ്, ഭവനത്തിനുള്ളിലാണ്. മൂന്നാമത്തത് 2 മക്കളെ നഷ്ടപ്പെടുന്നത്. ഒന്നാമത്തെ മകനെ നഷ്ടപ്പെട്ടത് അകത്തും, ഇളയ മകനെ നഷ്ടപ്പെട്ടത് പുറത്തും. അപ്പൊ ഈ സുവിശേഷത്തില് നമ്മൾ ആഴത്തിലേക്ക് ഈ ഒരു ഉപമയിലേക്ക് കടക്കുമ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനുണ്ട്. ഈ പിതാവിന്റെ കരുണയുടെ മുഖമാണ് നമ്മൾ ഈ സുവിശേഷത്തിൽ, ഈ ഉപമയിൽ കാണുന്നത്. ദൈവപിതാവിന്റെ കരുണയുടെ മുഖമാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഞാൻ എൻ്റെ അപ്പനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, അപ്പൻ എന്നെ എന്നും ഈ ചെറുപ്പത്തിൽ 15 വയസ്സായപ്പോൾ തൊട്ട് എല്ലാ വർഷവും അവധിക്ക് വരുമ്പോൾ ആസാമിലേക്ക് തിരിച്ച് ട്രെയിൻ കയറ്റി വിടുന്നതാണ്. 15 വർഷത്തെ സെമിനാരി ജീവിതമാണ്. ഓരോ വർഷം അവധിക്ക് വരുമ്പോൾ എറണാകുളത്ത് വന്ന് ഇപ്പം കയറ്റി വിടും. പക്ഷെ പോകുന്നതിന് മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് ധൈര്യം തന്നിട്ട് ഞാൻ കയറ്റി വിടും ട്രെയിനിൽ. പിന്നെ 5-ാം ദിവസമാണ് ട്രെയിനൊക്കെ ചെല്ലുന്നതാണ്. അപ്പം ദിമാപൂർ നാഗാലാൻഡ് ചെല്ലണമല്ലോ. അപ്പോൾ അങ്ങനെ കയറിപ്പോയ അപ്പൻ്റെ ആ ഒരു ആശ്ലേഷമാണ്, ആലിംഗനം, അത് ഭയങ്കര ശക്തിയായിരുന്നു. അമ്മ അവിടെ മാറി നിന്ന് കരയിലുണ്ടായിരുന്നു, പക്ഷെ അപ്പൻ ഒരിക്കലും കരയില്ല. അപ്പനിങ്ങനെ നമുക്കൊരു ശക്തി തന്നിട്ട് ആ ട്രെയിൻ പോകുന്ന കൂടെ തന്നെ നടന്നങ്ങ് പോവുക. ആ ഒരു അപ്പൻ്റെ ഒരു ആലിംഗനത്തിൻ്റെ ശക്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സുവിശേഷത്തിലെ ഉപമയിൽ പറയുന്ന അപ്പനും മകൻ വരുന്നത് കണ്ടിട്ട് ഓടി ഇറങ്ങി ചെന്ന് കെട്ടിപ്പിടിച്ച് മകനെ സ്വീകരിക്കുക. ആ ഒരു രംഗം എന്ന് പറഞ്ഞാൽ കണ്ണീരില്ലാണ്ട് നമുക്ക് ഓർക്കാൻ പറ്റത്തില്ല. അപ്പൻ്റെ ആ സ്നേഹമാണ് അതിനോടുള്ളത്. എൻ്റെ മകൻ തിരിച്ചു വന്നല്ലോ, എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വന്നല്ലോ, ഭവനത്തിനോട് തിരിച്ചു വന്നല്ലോ എന്നുള്ള സ്നേഹമാണ്. ദൈവം തമ്പുരാൻ നമ്മളൊക്കെ നോക്കി ഇങ്ങനെ കാത്തിരിക്കുക. എൻ്റെ മകനെ മകളെ തിരിച്ചു വാ, ഈ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വാ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മകന്റെ ജീവിതത്തിലേക്ക്, ഇളയ മകന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ, അവൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അവൻ താനായിരിക്കുന്നതല്ല താനായിരിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു. ആ മകൻ ആ ധൈര്യം ഉണ്ടായിരുന്നു, ഞാൻ തിരിച്ചു പോകണം, ഞാൻ ആയിരിക്കേണ്ടത് എൻ്റെ ഭവനത്തിലാണെന്ന്. He took that courage. He took that step to return home.
ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. ആ തിരിച്ചുവരവാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവന്റെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. ആ ഒരു ചിന്ത തന്നെ, ഞാനായിരിക്കേണ്ടത് എൻ്റെ ഭവനത്തിലാണെന്നുള്ള ആ ചിന്ത തന്നെ അവൻ സ്റ്റെപ്പ് എടുത്ത് തിരിച്ചു വന്ന് ആ പിതാവിന്റെ ഭവനത്തിലേക്ക്, ആലിംഗനത്തിലേക്ക് തിരിച്ചു വരികയാണ്. പിതാവേ, സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു പോയി. അങ്ങയുടെ മകനായിട്ട് കണക്കാക്കേണ്ട, അങ്ങയുടെ ഒരു സെർവൻ്റായിട്ട്, ഒരു സേവകനായിട്ട് മാത്രം എന്നെ കണക്കാക്കിയാൽ മതി. പക്ഷേ പിതാവ് അത് കൂടുതൽ പറഞ്ഞു മുഴുവെപ്പിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. ആ പിതാവിൻ്റെ കെട്ടിപ്പിടുത്തത്തിന് അതെന്താണ് നിന്നു പോവാൻ കാണിച്ചത്. പിന്നെ ഒരു പുതിയ തുടക്കം ജീവിതത്തിലോട്ട്, തിരിച്ചു വരവാണ് ജീവിതത്തിലോട്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ദൂതപുത്രന്റെ ഉപമ, ദൂതപുത്രൻ എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നുള്ളത് ആ ഒരു സ്റ്റെപ്പ് എടുത്ത് നമുക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള ഒരു ആഹ്വാനമാണ് ഇതൊക്കെ ഉപമ തരുന്നത്. മൂത്ത മകൻ പിതാവിനെ ഒത്തിരി ശുശ്രൂഷിച്ചു, പിതാവിന്റെ കൂടെ ആയിരുന്നു ഭവനത്തിന്. പക്ഷേ അവന്റെ സ്ഥാനം ഭവനത്തിന് പുറത്തായിരുന്നു. ഭവനത്തിനാണെങ്കിലും ഒരു നഷ്ടപ്പെട്ട അവസ്ഥ, ഒരു സെർവന്റ് മാത്രമായിരുന്നു. ഞാൻ ഇത്രയേറെ നാൾ അങ്ങേക്കായിട്ട് ദാസപ്പണി ചെയ്തിട്ടുള്ള പറഞ്ഞു. പക്ഷെ അവരൊരിക്കലും റിയലൈസ് ചെയ്തില്ല ഇത് അവന്റെ സ്വന്തമാണ്. അപ്പോ അവൻ അവിടെ നിന്ന് വിഘടിച്ചു പോകുവാനായിട്ടാണ്. സഹോദരൻ തിരിച്ചു വന്നതിലുള്ള അമർഷം, അസൂയ, ആങ്കർ എല്ലാം. അപ്പോ അതിന് ആ സഹോദരനെ തിരിച്ചു വരുവാനായിട്ട് അനുവദിക്കുന്നില്ല. ഈ 15-ാം അധ്യായത്തിന്റെ തുടക്കത്തില് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് സുവിശേഷകൻ. യേശോ ചുങ്കക്കാരന്റെയും പാപികളുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഭക്ഷിക്കുകയും അവരോട് ഇടപഴകുകയും ചെയ്യുന്നുവെന്ന് കാണുകയും ഫരിസേയരെല്ലാവരും അത് നോക്കി നിന്ന് തമ്പുരാനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നതാണ് തുടക്കത്തിൽ കാണുന്നത്. അവിടെയാണ് തമ്പുരാൻ ഈ 3 ഉപമകളും പറഞ്ഞു വെക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് എടുക്കേണ്ട പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുവാനായിട്ട്, തമ്പുരാനിലേക്ക് തിരിച്ചു വരുവാനായിട്ടുള്ള ആഹ്വാനം. രണ്ടാമതായിട്ട്, തിരിച്ചു വരുന്നവരെ നമ്മൾ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കാൻ, മറ്റുള്ളവരെ വിധിക്കാതിരിക്കാനായിട്ട്. മൂന്നാമതായിട്ട്, ആരെയും നമ്മൾ കുറച്ച് കാണാതെ എല്ലാവരും തമ്പുരാന്റെ ആ ദൈവപിതാവിന്റെ മക്കളാണ്. ആ കരുതലിലേക്ക് എല്ലാവരും സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ഈ തുടരാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ ദൈവത്തെ സൃഷ്ടാവും സർവ്വശക്തനായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകപിതാവും സർവ്വനായ ഏകപുത്രനും എല്ലാ ജനങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യമായ അവന് വഴി സർവ്വവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുത്തെ സ്വർഗ്ഗത്തിൽ നൽകി പരിശുദ്ധ
പ്രിയപ്പെട്ടവരെ, പെസഹ മഹോത്സവം ആസന്നമായിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിനോട് കൂടുതൽ ജ്യേഷ്ഠതയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മളെല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ ജനസമൂഹവും ലോകം മുഴുവനും ഈ ജീവരഹസ്യത്തിൽ സമത്വമായി പങ്കുചേരുവാൻ കഴിയുമാറാകട്ടെ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായ്ക്ക് ആയുസ്സും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെന്നും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും അങ്ങേ ആത്മാവിന്റെ വരങ്ങൾ നിറച്ച് ശക്തിപ്പെടുത്തണമെന്നും തിരുസഭയെ കാത്തു പരിപാലിക്കണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയമങ്ങളെയും അത് കഴിഞ്ഞ് ആശീർവദിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, വിവിധ സ്ഥലങ്ങളിൽ പഠനത്തിനായി ജോലിക്കായി പോയിരിക്കുന്ന എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് വിവിധ പരീക്ഷകൾ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങ് കരുണയോടെ രക്ഷിക്കണമേ. ഞങ്ങളുടെ ഉത്തരവാദിത്തം വിശ്വസ്തത നിറവേറ്റുവാനുള്ള വിവേകവും വിജ്ഞാനവും വിജയവും നൽകി അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിത്യാഗത്തിന്റെയും ഈ ദിനങ്ങളിൽ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുവാനും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും ജീവിക്കുവാനുള്ള കൃപ നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവേ, അങ്ങ് പക്കലേക്ക് വിളിക്കപ്പെട്ട ഞങ്ങളുടെ പൂർവികർ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അയൽക്കാർ, ബന്ധുമിത്രാദികൾ എന്നിവർ അങ്ങയുടെ കാരണത്താൽ പാപമോചിതരായി വിദ്യാർത്ഥികൾ വിശുദ്ധരോടൊപ്പം അങ്ങേ പാടി സ്തുതിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങേ സഭയുടെ പ്രാർത്ഥനകളോട് കരുണയായിരിക്കുകയും അങ്ങയെ ശരണം പ്രാപിക്കുന്ന ഹൃദയങ്ങളിൽ കനിവാർന്നത്തിനും ബാക്കിയും ചെയ്യണമേ. ജീവരഹസ്യങ്ങളിൽ പങ്കാളായി തീരുവാൻ അങ്ങ് അനുഗ്രഹിക്കുന്നവർ അങ്ങേ സഹായം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പിതാവായ ക്രിസ്തുവിൽ ഈ പ്രാർത്ഥന കേട്ടവരുടെ
സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ ജീവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കും മഹത്വം നമ്മുടെ ഇപ്പോഴത്തെ ദിവസം മുഴുവൻ ഞങ്ങൾക്കുമായി ആഗ്രഹങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അപേക്ഷിച്ചുകൊണ്ട് നിശ്ചിതത്തിന്റെ കാണിക്കുന്ന സന്തോഷവും ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങനെ അവയെ ഞങ്ങൾ വിശ്വസ്തയോടെ വളർന്നാനും ലോകരക്ഷയ്ക്ക് വേണ്ടി അനുയുക്തമാകുന്നതും കാഴ്ചവെക്കാനും ഞങ്ങളെ പ്രാപ്തരാകട്ടെ. ഞങ്ങളുടെ പിതാവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടേ. കർത്താവിനോടുകൂടെ ഹൃദയങ്ങളും ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നിന്ന് പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ജ്ഞാനവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ആത്മവൃത്തിത വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കണമെന്ന് അങ്ങ് നിർമ്മലമായി. അങ്ങനെ അത് പാപികളാൽ ഞങ്ങളുടെ അഹങ്കാരം അമർത്തുന്നതിനും വിശക്കുന്നവർക്ക് ആഹാരം ലഭിക്കുന്നതുകൊണ്ട് അങ്ങേ കാരണം അനുകരിക്കുന്നതിനും മര്യാദമല്ലോ. ആകയാൽ എണ്ണമറ്റ ആഹാരങ്ങളോട് ചേർന്ന് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ പ്രവർത്തിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മലിനം പോലെ ഈ കാണികളിൽ പവിത്രമാകുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാമി പീഡനം സഹിച്ചപ്പോൾ അപ്പം എടുത്ത് ഗ്രന്ഥത്തെ പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുന്നു. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാഠപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്ത് വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങൾ ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ
അഹ്ലാക്കിൽ നിന്നതിന് ഞങ്ങൾ നന്ദി കൊണ്ട് നിന്റെ ജീവന്റെ അപ്പവും രക്ഷയുടെ മാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പാകിസ്ഥാൻ പ്രാന്തോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ, അങ്ങേ കാരണത്തിൽ മരണമടങ്ങിയ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവ്വശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉപബോധനായും ജീവനായും ലഭ്യം നമ്മൾ ഏറ്റിരുന്ന എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കൈമാറുന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഹ്വാനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം ദൃഢം പാർത്ത് അങ്ങേ തിരുമനമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. Yeah.
ദൈവത്തിന്റെ കുഞ്ഞാടിൽ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ മഹത്വത്തെ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ആ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ചില അറിയിപ്പുകൾ. ജോസഫൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ പൗരോഹിത്യ സേവനത്തിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ്. 9 വർഷം പൂർത്തിയാകുകയാണ്. ഈ 9 വർഷം 8 വർഷം പൂർത്തിയായി 9 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 8 വർഷക്കാലം കർത്താവിൻ്റെ ബലിപീഠത്തിൽ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട്, പൗരോഹിത്യത്തിനടുത്ത ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ഒത്തിരി പേരെ ഈശോയിലേക്ക് അടുപ്പിക്കുവാനായിട്ട്, സഭയിലേക്ക് അടുപ്പിക്കുവാനായിട്ട് അച്ഛൻ്റെ എളിയ ശുശ്രൂഷ കാരണമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛന്മാരുടെ പ്രവർത്തനം മുഖത്ത് നോക്കുമ്പോൾ നമുക്കറിയാം. ചോദിച്ചാലും വർത്തമാനം വളരെ ശാന്തമായിട്ടാണ് പറയുന്നത്. വളരെ എളിമയുള്ള, വിനയമുള്ള ഒരു അച്ഛനാണ്. തീർച്ചയായിട്ടും ആലപ്പുഴ രൂപതയ്ക്ക് അഭിമാനിക്കാനായിട്ട് സാധിക്കും. കുറേ വർഷം കഴിഞ്ഞ് ഒരു ചുവന്ന തൊപ്പിയുടെ കരട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പോക്കുള്ളത് ഞങ്ങളത് ആശംസിക്കുകയാണ്. ഒരു ക്രിസ്ത്യൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോഴും ഒരു അച്ഛനാണ്. തീർച്ചയായിട്ടും അച്ഛനോട് നമ്മൾ പ്രാർത്ഥിക്കാം. നമുക്കറിയാം പൗരോഹിത്യത്തിന് നിൽക്കുന്നത് പ്രാർത്ഥന വഴിയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും ഒരു ആവശ്യമുണ്ട്. അച്ഛൻ്റെ പഠന മേഖലകളിലും വിശുദ്ധമായ ജീവിതം നയിക്കുന്നതിനും ലോകത്തിൻ്റെ എതിരെ നീന്താനുള്ള വഴിയാണ് പൗരോഹിത്യം. തീർച്ചയായിട്ടും നമുക്ക് അപകടത്തിന് വേണ്ടി ഇന്ന് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും വേണ്ടി നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യമായിട്ടും എല്ലാ അച്ഛന്മാരുടെ പേരിലും ഇവിടെയുള്ള ദേവജനത്തിൻ്റെ പേരിലും പൗരോഹിത്യ സ്വീകരണത്തിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ എല്ലാവരുടെ നന്മകളും ആശംസകളും അതിനേക്കാളുപരിയായിട്ട് ദൈവാനുഗ്രഹവും പ്രാർത്ഥനകളും ദേവസ്ഥലത്തിൽ ഇപ്പോൾ സഭയുടെ പെരുന്നാള് ജൂൺ 22 വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അന്ന് ഭക്ഷണം കൊടുക്കുവാനായിട്ട് തിരുവനന്തപുരവർ മുമ്പോട്ട് വരണം. 2 പേര് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരോട് സഹകരിക്കണം എന്ന കൃത്യമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നോമ്പുകാല പ്രസാദത്തിന്റെ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആഴ്ചയാണ്. ഈ ആഴ്ചയിൽ എല്ലാവരും പ്രസാദിക്കാൻ നിൽക്കാതെ നല്ലതാണ്. പക്ഷേ അതിന് മുമ്പും സംസാരിച്ച് ഒരുങ്ങണം. അച്ഛന്മാരുടെ ഉണ്ട്. വലിയ ആഴ്ചയിൽ അച്ഛന്മാരുടെ ഉണ്ടാകുകയാണ്. മറ്റു പള്ളികളിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് നോമ്പുകാലത്തിൽ പെട്ടെന്ന് സംസാരിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളുടെ ഒരു സമയം കഴിഞ്ഞ വർഷത്തെ സമയം അധികം എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ വർഷത്തെ സമയം വർഷത്തെ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഓശാന ശനിയാഴ്ച ബസ്ബജയിൽ രാവിലെ 8:30 മണിക്ക് തിരിച്ച് അവിടെ പ്രദക്ഷിണമായിട്ട് താഴേക്ക് വന്ന് നമ്മുടെ അപ്പോസ്റ്റന്മാർ ഗ്രോട്ടോയിൽ അർപ്പിക്കുന്നുണ്ട്. സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കണം ഓർമ്മപ്പെടുത്തുകയാണ്. ശനിയാഴ്ചത്തെ കാര്യമാണ് പറയുന്നത്. ഞായറാഴ്ച കഴിഞ്ഞ വർഷം അതുപോലെ നമ്മൾ 1:45 ഗുരുദ്വാരത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് നടത്തി പ്രദക്ഷിണമായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് കയറി. ആ സമയം തന്നെ മുക്കിയാണ് തോന്നുന്നത് അല്ലേ? 1:45 ശനിയാഴ്ച പണി വന്നിരുന്നത് മാത്രം അവിടെ പ്രശ്നമില്ല. നമുക്ക് ആ സമയത്ത് ഞായറാഴ്ച തന്നെ 1:45 നോക്കാം. പറയാൻ പറ്റുന്നവർ വരികയാണ്. അതുകൊണ്ട് 1:45 പ്രസംഗാഴ്ചത്തെ കഴിഞ്ഞ വർഷം 9:30 വെച്ചത്. രാത്രി 9:30 9 മണിക്കാക്കണം. 9:30 9:30
ഓക്കെ, 9:30 കഴിഞ്ഞ വർഷത്തെ ഫോളോ ചെയ്യാം. 9:30 പ്രസ്താവന രാത്രിയിലെ ഈ കർമ്മങ്ങൾ ആരംഭിക്കും. ദുഃഖവെള്ളിയുടെ അതുപോലെ 2:30 ഗെറ്റ്സ്മെന്റ് യോഗത്തിൽ 2:30. ഓക്കെ, അതെല്ലാവരും കൂടി ഒന്നിച്ചേർന്ന് തിരുക്കർമ്മങ്ങളാണെന്ന് നമുക്കറിയാം. 2:30 ഗെറ്റ്സ്മെന്റ് പള്ളിയിൽ വെച്ചായിരിക്കും വിവാഹം വർഷവും അതിനുമുമ്പ് ദോഷം തോട്ടത്തിൽ വെച്ചായിരുന്നു പള്ളി തരാനും പറഞ്ഞിട്ടുണ്ട്. വേറെ ബുദ്ധിമുട്ടുകളില്ല. ഈസ്റ്റർ കുർബാന രാത്രി 9:30 ഈസ്റ്റർ തിരുനാളിന്റെ കുർബാന രാത്രി 9:30 ഉച്ചയ്ക്ക് കുർബാന 2 മണിക്കൂറായിരിക്കും. ഓക്കെ, 2 മണി ദിവസം മാറ്റണം വേണ്ട, 2 മണിക്കൂറായിരിക്കും. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അതേ തിരുക്കർമ്മ സമയമായിരിക്കും. തിരുക്കർമ്മങ്ങളുടെ ഞായറാഴ്ച നിങ്ങൾ ടാക്സ് വിളിച്ചോ വരാൻ സാധിക്കുന്നവര് വരാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഈ ലോകത്തിലേക്ക് വരുന്ന എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ കൃപയുടെ ദീപ്തിയാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ മഹിമയ്ക്ക് യോഗ്യവും പ്രീതികരവുമായ എപ്പോഴും മനനം ചെയ്യുവാനും അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ഞങ്ങൾ ശക്തരാക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടവരുള്ളമേ. കർത്താവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരെ പ്രാർത്ഥിക്കണമേ. ബലഹീനനെ ശക്തിപ്പെടുത്തണമേ. മരണത്തിന്റെ ഇരുളിൽ നടക്കുന്നവരെ അങ്ങേ പ്രകാശത്താൽ സദാ വിജയിപ്പിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് ഘടനാപൂർവ്വം രക്ഷിക്കപ്പെട്ടവർ സമഗ്രമായ നന്മയിൽ എത്തിച്ചേരാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവിന്റെ പ്രാർത്ഥന കേട്ടവരുള്ളമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവ്വസ്നായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവിൻ. Oh
ഈശോയെ രക്ഷിച്ചിരിക്കുന്നത്. സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരന്റെ മഹനീയമായ പുനരുദ്ധാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്യുമല്ലോ. അങ്ങയുടെ ദാസരെ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ശാന്തി അരുളുകനാഥ, നിത്യശാന്തി അരുളുക നീ. നിത്യവെളിച്ചമിയാളിൽ സകലം തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. തൂകണമേ ജഗദീശ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിക്കൊടുത്തു. പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ മരണത്തെ കീഴടക്കി സ്വർഗീയ മഹിമയെ പ്രവേശിക്കുവാൻ അങ്ങ് ധർമ്മം സഹായിക്കുക. നഷ്ടമായ ജാതീയ ജീവിതം നിശ്ചയപൂർവ്വം തരണം ചെയ്ത ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ തങ്ങളുടെ നിഷ്കാമം വിഷമായ അങ്ങയെ ദർശിച്ച് നിത്യ നിവൃത്തിയോട് പോകാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പരമകാരുണ്യത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്ത് നിന്ന് യാത്രയായ ദാസരുടെ ആത്മാക്കൾക്ക് വിശുദ്ധ സമൂഹത്തിൽ പ്രവേശനം നൽകണമേ. പുണ്യചേതനെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടില്ലാത്തതും ചിന്തയ്ക്കതീതവുമായ നിത്യാന്തത്തിലേക്ക് ഈ സഹോദരങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തുവോട് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവേ, ഇവർക്ക് വിശ്രാന്തി നൽകണമേ. സഹോദരന്റെ ആത്മാക്കളും മത്സരത്തിലെ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ